ആദിവാസി കുടികളിലും സർക്കാരിന്റെ പുനരധിവാസ കോളനികളിലും താമസിക്കുന്ന ആദിവാസി സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളി ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവമാണ്. വേണ്ട സമയത്ത് കൃത്യമായ പരിചരണം ലഭിക്കാതെ മരണം സംഭവിച്ചവരും മൃതപ്രായരായി ജീവിക്കുന്നവരും ഇത്തരം കുടികളിൽ നിരവധിയാണ്. കുട്ടമ്പുഴയിൽ നിന്നും 40 കിലോമീറ്റർ ഉള്ളിലുള്ള വാര്യംകുടി ഉൾപ്പെടെയുള്ള ഉൾക്കാടുകളിൽ താമസിക്കുന്ന ആദിവാസികൾ പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ വേണ്ടിവരുന്നത് 2 ദിവസത്തെ യാത്രയാണ്. ജീപ്പ് വിളിച്ചു പോകേണ്ടവർക്ക് 3500 മുതൽ 4000 രൂപ വരെ മുടക്കേണ്ടി വരും. കുട്ടമ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുക. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ അത്യാവശ്യ സമയങ്ങളിൽ ഡോക്ടറോ മരുന്നോ ഇവിടെ ലഭ്യമാകില്ല. ഉച്ചവരെ മാത്രം പ്രവർത്തിക്കുന്ന ഈ ഹെൽത്ത് സെൻ്ററാണ് 18ലധികം ആദിവാസി കോളനികളിലെ ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്നത്. അത് മണികണ്ഠൻചാലിൽ വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് കാലത്ത് ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ച് വന്ന് ലാസ്റ്റ് കാട്ടിലും ഇടയ്ക്ക് ഒരു ദിവസം തങ്ങി പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേ കുടിയിലെത്തുള്ളൂ. പ്രസവത്തോടു കൂടി 9 പേര് മരിച്ചു, ഒരു അസുഖം വന്ന് 9 പേര് മരിച്ചു. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിടിച്ച് നിൽപ്പില്ലാതെയായി. പിന്നെ എങ്ങനെയെങ്കിലും സഹിച്ച് കിടക്കാം. വി.എസ്. ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് കിടത്തി ചികിത്സ നൽകുന്ന സർക്കാർ ആശുപത്രിയായി ഇത് ഉയർത്തുമെന്ന വാഗ്ദാനമുണ്ടായിരുന്നെങ്കിലും അത് ജലരേഖയായി മാറി. 178ഓളം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ആശുപത്രിയായി ഉയർത്തിയപ്പോഴായിരുന്നു ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന കുട്ടമ്പുഴയോട് സർക്കാരിൻ്റെ ഈ അവഗണന. ക്യാമറമാൻ അഭിലാഷ് കേസിനൊപ്പം മജു ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.